Magu Turula. Stone, papers. బాగుండి സോ ഗൈസ്, അങ്ങനെ അവർ രാവിലെ 8 മണിക്ക് അമ്പലത്തിൽ കയറിയിട്ട് തൊഴുതിറങ്ങി വരാൻ ഒരു 2:15-2:30 അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഡാം കാണാൻ വന്നിരിക്കുക. ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏതോ ഒരു ഡാമാണ്. അപ്പോൾ നമുക്ക് ഈ ഡാം കണ്ടിട്ട് ഇനി നേരെ വീട്ടിലോട്ടാണ്. ഈ ചാലിലേదంటే చెప్తున్నారు. ఓ మాగు తురులా. ಒಂದು ಗೇಟ್ ತೆಗ್ದವ್ರಾ? ಒಂದು ಗೇಟು ತೆಗ್ದಿಲ್ಲ. ತೆಗ್ದವ್ರಾ? ഡാം ഗൈസ്, ഡാം. ഓ, അപ്പൊ ഇതിലത്തെ മൊത്തം ഗേറ്റ് തുറന്ന് ഇത് മൊത്തം ഒഴുകി ഇങ്ങ് പുറത്തേക്ക് വെള്ളം വരൂലേ? ഡാം നല്ല സെറ്റപ്പിലേക്കാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കണേ. കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം കുറച്ച് നല്ല വലിയൊരു ഡാം തന്നെ കേട്ടോ. ഞാനിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ബാക്കിൽ കണ്ടോ, ആ ഫുള്ള് വാൾവ് തുറന്നു വിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. പിന്നെ ഇത് നടക്കാനും പറ്റൂല, ഒന്നുമില്ല, മൊത്തം വെള്ളം നിറയും. നല്ല അത്യാവശ്യം നല്ല വലിയ ഡാം തന്നെയാണ്. എന്തോ സോംശീല ഡാം അങ്ങനെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. ഞാൻ അതിന്റെ പേര് കറക്റ്റായിട്ട് നോക്കട്ടെ. എന്നാലും നല്ല അത്യാവശ്യം വലിയ ഡാമാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയണത് അവിടെ കുറച്ച് പിള്ളേർ അവിടെ വെള്ളത്തിൽ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് നോക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈ കമ്പിയൊക്കെ എന്തിനാ ഇതുപോലെ കുത്തി വെച്ചേക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ വെള്ളം ഒലിച്ചിട്ട് കുറെ കമ്പികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞു നിൽക്കുന്നുണ്ട്. ഗേറ്റെല്ലാം ഓപ്പൺ ആക്കി വിടുമ്പോൾ വെള്ളം വന്നതിൻ്റെ ഫോഴ്സിനെ അത് തോന്നുന്നുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാവരും അവിടെ കുറച്ച് പിള്ളേർ അവിടെ നീന്തി കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടുന്ന് ലോങ്ങിൽ നിന്ന് കാണണമല്ലോ കേട്ടോ. നല്ല അത്യാവശ്യം വലിയ ഡാമാ ഉള്ള കേട്ടോ. ಬಟ್ಟೆ ಹಾಕೊಂಡ್ ಕೂತವ್ರಿ ಇಲ್ಲಿ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇപ്പോൾ ഫുള്ളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ട്രാവലറുടെ അടുത്ത് നേരെ ഷ്യാമിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്, കൊള്ളാം, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുളിക്കാനൊക്കെ ഒരു സെറ്റപ്പിലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ നേരം ഇങ്ങനെ ഈ വെയിലത്ത് കുളിച്ച് ഇങ്ങനെ കുറേ നേരം ഇരിക്കാം. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥലമാണ്, കൊള്ളാം. നമ്മളങ്ങനെ പല്ലിപ്പാട് എത്തി. ഇവിടെ ചെക്കനും പെണ്ണിന് എന്തോ ഇവിടെ എന്തോ അവരുടെ രീതിയിലുള്ള എന്തോ ആചാരം പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഇവിടെ നിറച്ച് പോത്തുണ്ട് കേട്ടോ, കൊറേ പോത്തുകളുണ്ട് ഇവിടെ. $12 midnight. ಫಸ್ಟ್ ಕೈ ಹಾಕ್ತಾನೆ ಯಾರಿಗೆ ಹೇಳು? ಅಚ್ಚಾ ಇವನು ಓಪನ್ ಮಾಡ್ದ ಫಸ್ಟು. ಮುಂಚೆ ನೀವು ಓಪನ್ ಮಾಡಿ ತಿನ್ಬಿಟ್ಟಿದ್ದೀರಾ. ಓಪನ್ ಮಾಡಿ 100 ಗ್ರಾಮ್ ಖಾಲಿ ಮಾಡಿದ್ರಿ. ಆಮೇಲೆ ನಮಗೆ ಫೋನ್ ಹಾಕಿದ್ದೆ. ನಾನು ಹೋದೆ ಓಪನ್ ತೋರಿಸಿಲ್ಲ ನನಗೆ. ಗೊತ್ತಿಲ್ಲ, ಚರಣಂಗ್ ಫೋನ್ ಮಾಡ್ದು, ಕವರ್ ಇಟ್ಕೊಂಡು ಫೋನ್ ಮಾಡಿದ್ವಿ, 100 ಗ್ರಾಮ್ ಖಾಲಿ ಆಗಿತ್ತು. 3 ಸಲ ಫೋನ್ ಮಾಡಿ ಚರಣ ಫೋನ್ ಎತ್ತಿಲ್ಲ. ಅವಾಗ ಏನ್ ಮಾಡೋದು, ಪೇಪರ್ ಕವರ್ ತೆಗ್ದ, ಪೇಪರ್ ತೆಗಿಯಕ್ ಬರ್ತಾ ಇರ್ಲಿಲ್ಲ. ಆಯ್ತಾ, ಹಿಂಗ್ ಎತ್ಕೊಂಡು ಒಂದ್ ಪೀಸು, ಫಸ್ಟ್ ಪೀಸ್ ಮೂಳೆ ಬಂತು, ಫಸ್ಟ್ ಪೀಸ್ ನಾನು Tomorrow. ಹಾಕ್ಬಿಡಪ್ಪ, ನಿನ್ಗೆ ಗೊತ್ತು ನಿನ್ನ രാത്രി ഇവിടെ കിടന്നുറങ്ങി.